ഹരിത, ഐ വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ശരിയാണ്, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ റെസ്റ്റോറന്റിൽ പോയി ചായ കഴിച്ചു. പക്ഷെ ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ അല്ല ഞാൻ പോയത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ. ആരുമായിക്കോട്ടെ, ബട്ട് ഈസ് ആൻ ഔട്ട്സൈഡർ. ഈ സ്കൂളിന് ഒരു ഗുഡ് വിൽ ഉണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് പോലും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നത്. വി ഹാവ് ദാറ്റ് മച്ച് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡെഡിക്കേഷൻ. ഇനി ഇത് ആവർത്തിച്ചാൽ ഇതുപോലൊരു വാണിംഗ് ഉണ്ടാവില്ല. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? കം. നീ എന്തിനാ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോ ഓടിക്കളഞ്ഞത്? അതല്ലേ അദ്ദേഹത്തിന് സംശയം തോന്നിയത്? എന്ത് സംശയമാണ് മിസ്? എന്റെ അച്ഛന്റെ പ്രായമുള്ള ആള്. നീ വിഷമിക്കൊന്നും വേണ്ട. ഒരു കലാകാരൻ ആരാണ്, എന്താണ്, നമുക്കൊക്കെ അവരോടുള്ള ആരാധന എന്താണ്, അത് ഇവർക്കൊന്നും മനസ്സിലാവില്ല. അതൊക്കെ പോട്ടെ, നീ പഠിക്കേ. പരീക്ഷയാ. എന്താ അത് കടലാസോള്? ഓഹോ, കവിതയാണോ? സാഗരം സാക്ഷി. അത് നോക്കണ്ട. അപ്പളേ ഇങ്ങനെ വായ തോന്നിയത് എഴുതിക്കൊണ്ടിരുന്നാ മതിയോ? വല്ലതും വിഴുങ്ങണ്ടേ? വരട്ടെ. ആര്? അതെയോ? നല്ല കാര്യായി. നാട്ടിലേക്കാ പോയിരിക്കണേ. അവിടെ ചെന്നാ പിന്നെ വീട്ടുകാരിയായി. അടുത്ത കൊല്ലത്തെ തൃശ്ശൂർ പൂരത്തിന്റെ വെടുക്കെട്ട് മുതൽ ആറാട്ടുപുഴ പൂരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിച്ചിട്ടേ വരൂ. കടന്നു പോണ പുറത്ത്. എന്താ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു ചൂട്? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് കം. ഇരിക്കൂ. വേണ്ട, എനിക്ക് ഹരിതയെ ഒന്ന് കാണണം. സോറി, ഇപ്പൊ സ്റ്റഡി ടൈം ആണല്ലോ. ഇന്ന് സൺഡേ അല്ലേ? യെസ്, പക്ഷേ പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസമില്ലല്ലോ. ഹരിത ചർച്ചിൽ പോയിരിക്കില്ലേ മേട്രൻ? ചർച്ചിലോ? സിസ്റ്റർ പ്ലമേന, എനിക്ക് ആ അക്കൗണ്ട്സ് ഇന്ന് തന്നെ കിട്ടണം. യു ഗോ ആൻഡ് ഡു ദാറ്റ്. സോറി സർ, ദിസ് ഇസ് എ സ്ട്രിക്റ്റ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹിയർ വി ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കുട്ടികളുടെ രക്ഷകർത്താക്കളെ അല്ലാതെ വിസിറ്റേഴ്സിന് ആരെയും ഞങ്ങൾ അനുവദിക്കാറില്ല. അങ്ങേപ്പോലുള്ള ഒരാളോട് നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മേട്രൻ, I don't want to break with rules and regulations, but I want to see her, just to see. ഇതെന്റെ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ എനിക്കൊന്ന് കൊടുത്താൽ മതി, പ്ലീസ്. ഐ എം എക്സ്ട്രീംലി സോറി. ഇങ്ങനെ ഔട്ട്സൈഡേഴ്സിന്റെ ഗിഫ്റ്റ്സ് ഒന്നും സ്വീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. യു പ്ലീസ് ഗോ. Okay, but you cannot ask me to leave the city. സർ, ഹരിത ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടിയാണ്. ഡോണ്ട് സ്പോയിൽ ഹർ നെയിം. Okay, okay. പതിവായി വരാറുണ്ടോ ഇവിടെ? ഇല്ല, ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു രസത്തിന്. സാറെന്തിനാ ഇവിടെ വന്നത്? കുട്ടിയൊന്ന് കാണാൻ.
ഞാൻ ഹോസ്റ്റലിൽ പോയിരുന്നു. ഈശ്വര, എന്നിട്ട് എന്ത് പറഞ്ഞു മേട്രൻ? എന്തും പറഞ്ഞോട്ടെ, സാരല്ല. ഇതാ ഇതുവരെയുള്ള എൻ്റെ വർക്കുകൾ മിക്കതും ഉണ്ട്. ഇത് ഹരിതയ്ക്ക്. എല്ലാം എന്റെ കയ്യിലുണ്ട്. ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇത് ഞാൻ ഹരിതയ്ക്ക് തരുന്നതല്ലേ? ഞാൻ സ്വീകരിച്ചു. പക്ഷേ ഇത് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വയ്യ. ഇപ്പൊ തന്നെ അവിടെ ആകെ പ്രശ്നമായിരിക്കാണ്. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഇന്നലെ റെസ്റ്റോറന്റിൽ വന്നതിന്. എല്ലാവരുടെയും ധാരണ നമ്മൾ തമ്മില്. എൻ്റെ ഏറ്റവും പുതിയ കവിത. ഇത് ജനങ്ങൾക്കുള്ളതല്ല, ഹരിതയ്ക്കുള്ളതാ. എൻ്റെ മനസ്സാണിത്. എന്നെ മനസ്സിലാക്കണം പ്ലീസ്. സാർ ഇനി ഹോസ്റ്റലിൽ വരരുത്. കുട്ടിയെ കാണാൻ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ദാ പ്രെയർ കഴിഞ്ഞു, സാറ് പോകും. എന്റെ സ്കൂളിലെ ചില ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. എങ്ങനെ ഞാൻ കുട്ടിയെ കാണും? അത് പറയൂ. എനിക്ക് കുട്ടിയോട് സംസാരിക്കാനുണ്ട്. സാറ് വേഗം പോകും. അവരാരെങ്കിലും കണ്ടാ പിന്നെയും കംപ്ലൈന്റ് ആവും. പ്ലീസ്. പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി, തപ്തനഗരം സാക്ഷി, അശ്രുസാഗരം സാക്ഷി. പറയാം ദുഃഖം നിറഞ്ഞൊഴുകും സീതായണം, പറയാം മുടങ്ങിയ പുത്രകാമേഷ്ടി സത്യം. ശത്രുവാൽ വലം കണ്ണും മിത്രത്താലിടം കണ്ണും ചൂഴ്ന്നു പോയൊരൻ ദുഃഖം കേൾക്കുമോ മണിക്കുഞ്ഞേ? ഹരിതേ, നീ പഠിക്കല്ലേ? അതെ. എന്താടി അത്? ഒന്നുമില്ല. ഒന്നുമില്ലെന്നേ. എന്താടി? എന്തിനാ നീ കരയുന്നേ? എന്താ മോളെ? അച്ഛന്റെ കത്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ പതിവുള്ളല്ലേ കരച്ചില്? ഹേയ്, ഇത് അതൊന്നും അല്ല. അച്ഛന്റെ കത്ത് നമുക്കൊക്കെ വായിക്കാൻ തരാറുള്ളതല്ലേ ഇത്. ഒരു ദിവസം ഒന്ന് പറഞ്ഞു പോയ ആളാ. എടോ, കല്യാണം ഉണ്ണാൻ പോയതൊന്നും അല്ല, ഒരാവശ്യത്തിന് പോയതാ. മൂപ്പരെവിടെ? ഒന്നും പറയണ്ട, കൊളായി. ഇദ്ദേഹം പോയപ്പോ കണ്ട ആളല്ല ഇപ്പൊ. ചിലപ്പോ കത്തിവേഷം, ചിലപ്പോ പച്ച, ശോകം, കരുണം, ചിലപ്പോ ചോവനാടി. എന്റെ ഭഗവാനെ, കച്ചി തിറക്കാനും വയ്യ, മതിച്ച് തുപ്പാനും വയ്യ. താനാകെ പ്രശ്നമാക്കിയോ? ഞാനല്ലാന്നേ അദ്ദേഹം. ആദ്യം രാവിലെ ഒരു പോക്കാ പോയ, അർദ്ധരാത്രി ഒരു വരവാ. എങ്ങട്? ഏയ്, ചോദിച്ചാ പെട്ടില്ലേ. ചിലപ്പോ മിണ്ടില്ല, ചിലപ്പോ ഒരു വരവാ. ഈ കീചകന്റെ തിരനോട്ടല്ലേ അതന്നെ. അപ്പളേ ഒരു സംശയമുണ്ട്. എന്താ? ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിന്റെ പൂർവികർക്കോ ആർക്കെങ്കിലും ഭ്രാന്ത് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? അനാവശ്യം പറയരുത്. ഭ്രാന്ത് തനിക്കാ. അതിനും സാധ്യയില്ല. ഇല്ല, വാസം ഇദ്ദേഹത്തിന്റെ കൂടെയാണല്ലോ. ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഇത് ഞാനാണ് KK. ആര്? കുഞ്ഞിക്കണ്ണൻ നായർ. നാട്ടിൽ ചെന്ന ഒരു 100 പ്രശ്നങ്ങളാ. മോളുടെ ഹോസ്റ്റലിൽ പോയി, അതുവഴി കറങ്ങി മോൻ്റെ അടുത്ത് പോയി. അവന്റെ ഹൗസ് സർജൻസി ഈ വർഷം കഴിയുക. പിന്നെ അത് ഇത് ഒന്നും പറയണ്ട. വരണ വഴിക്ക് തകഴിച്ചേട്ടന്റെ വീട്ടിൽ കയറി കുശാലായിട്ടുണ്ടു. താനിവിടെ ഉള്ള കാര്യം ഞാൻ മൂപ്പരോട് പറഞ്ഞു കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ തന്റെ തറവാട്ടിലും കയറി. ഏട്ടൻ വന്നിട്ടുണ്ട്. താൻ നാളെ തന്നെ പുറപ്പെട്ട് ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. എന്താ ഒരു മൂഡൌട്ട്, ഒരു മ്ലാനത? രാഘവേട്ടൻ പറഞ്ഞത് ശരിയാണ്. വിഴുപ്പുകൾ അലക്കിയിട്ടും തീരണില്ല. വിഴുപ്പ? ആരുടെ? എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. ഏത് കുട്ടി? ഹരിത. അത് ശരി.
അപ്പൊ അതാണ് കാര്യത്തിന്റെ കിടപ്പ്. എന്ത്? അല്ല, ഇപ്പൊ കാണണമെന്ന് തോന്നിയാ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഹോസ്റ്റലിൽ പോയി കാണാം. അവര് സമ്മതിക്കില്ല. അവള് തടവിലാക്കപ്പെട്ട പോലെയാണ്, ചുറ്റും കാവൽക്കാര്. പക്ഷേ എനിക്ക് കാണണം എന്റെ കുഞ്ഞിനെ. കുഞ്ഞാ? അവൾ എന്റെ കുഞ്ഞാണ്. അതെ, എനിക്ക് ഉറപ്പാണ്. ആദ്യമായി അവളെ കണ്ടപ്പോ, എന്റെ പാദങ്ങളിൽ അവൾ സ്പർശിച്ചപ്പോ, ഞാൻ അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചപ്പോ ഞാൻ അനുഭവിച്ച കാന്തികമായ ഒരു വികാരം, രക്തം രക്തത്തെ തൊടുന്നത് പോലെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ മകൾ. മകളോ? എന്തർത്ഥത്തിലാ താനീ പറയണേ? എല്ലാ അർത്ഥത്തിലും എന്റെ മകള്. ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും അമേരിക്കയിൽ നിന്ന് വന്ന് തന്നെ. അമേരിക്കയല്ല, യൂറോപ്പല്ല, ഈ പ്രപഞ്ചത്തിന് നിഷേധിക്കാൻ പറ്റില്ല എന്നെ. ഡോക്ടർ ഹരികുമാരമേനൻ അവൾ അച്ഛനെന്ന് വിളിക്കുന്നുണ്ടാവും, പക്ഷേ അവൾ എന്റെയാ. എന്റെ ജീവനാണ് അവളിൽ തുടിക്കുന്നത്. എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്കൊന്നും മനസ്സിലാവില്ല. ചന്ദ്രദാസ് എന്ന കവിയെയും നോവലിസ്റ്റിനെയും എല്ലാവരും അറിയും. എന്റെ വാക്കുകൾ തലനാരിഴ കീറി പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ചന്ദ്രദാസ് എന്ന മനുഷ്യനെ അറിയുന്നവർ തുച്ഛ, വിരലെണ്ണാവുന്നവര്. മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ മനസ്സിലാക്കാം. പറയാം. വിധിയുടെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞു. പ്രപഞ്ചൻ സാക്ഷി, സത്യം മാത്രം പറയാം. കവിതയുടെ നാമ്പ് മുളച്ചു തുടങ്ങുന്ന കാലം, വിപ്ലവത്തിന്റെ ജ്വാലയിലേക്ക് എടുത്തു ചാടി ചിറകുകരിഞ്ഞവരെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എല്ലു നുറുങ്ങുന്ന പീഡനം, കാരാഗ്രഹം, മോചിപ്പിക്കപ്പെട്ടിട്ടും അശാന്തിയുടെ നാളുകൾ. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചു. നാടും വീടും ഉപേക്ഷിച്ചു. കൽക്കത്തയിൽ ചേക്കേറി ലക്ഷ്യമില്ലാത്ത യാത്രയിൽ എത്തപ്പെട്ടത് അവിടെയാണ്. ആദ്യം ഹോട്ടലിലെ തൂപ്പുപണി, പിന്നെ ഒരു മാർവാടിയുടെ കണക്കുപിള്ള. അങ്ങനെ ഇന്ന് ഞാൻ ചീഫ് സബ് എഡിറ്റർ ആയിരിക്കുന്ന പത്രത്തിന്റെ പ്രൂഫ് റീഡർ ആയിരിക്കുന്ന കാലം. പാരഗ്രാഫ്. ബട്ട് കോമ the prime minister warned comma there should be no extra constitutional method comma as was being demanded by the communist and extremist leftist full stop. പോയ കച്ചിക്ക് ഗോപാലേട്ടാ, ഞാനൊരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നു. എനിക്ക് ആ ബാനർജി ഒന്ന് കാണണം. അപ്പൊ നീ ക്ലബിൽ വരില്ലേ? ഇല്ല, നാളെ കാണാം. ഓക്കെ. ഇതണ്ട മഹാഗണപതി. This is an abstract piece made out of bronze. ചന്ദ്രദാസ് അല്ലേ? അതെ, ഞാൻ ഡോക്ടർ ഹരികുമാരമേനോൻ. ഹലോ. ഹലോ, മനസ്സിലായില്ലേ? ഇന്നാണ് നീ പറഞ്ഞില്ലേ മാതൃഭൂമിയിൽ വന്നൊരു കവിതയെ കുറിച്ച്? ആ ചന്ദ്രദാസാണ്. ഓ, നന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഡോക്ടറാണെങ്കിലും അല്പം സാഹിത്യവാസനയുണ്ട്. എന്ന് വെച്ചാൽ വായിക്കും അത്ര തന്നെ. ഇവിടെയാണോ ജോലി? അതെ, ഇന്ത്യ ടൈംസില്. ഇവിടെ ഇവക്ക് വേണ്ടി വന്നതാ. MA കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ? അമ്മാവനാണ് ജോലിക്ക് വിടാൻ താല്പര്യമില്ല. അപ്പോൾ ഇവളൊരു സൂത്രം കണ്ടുപിടിച്ചു, റിസർച്ച്. ടാഗോർ കവിതയിലെ ആത്മീയതയോ ദേശീയതയോ എന്താണാവോ, വെറുതെ നാടി ചുറ്റാൻ ഓരോ ട്രിക്ക്. ഇനി ഈ പേരും പറഞ്ഞ് 2-3 മാസം ഇവിടെ ഒന്ന് തകർക്കാമല്ലോ. ഈ ഹരിയേട്ടൻ മതി വാചകം. ആ, ഇവളെ പരിചയപ്പെടുത്താം. അനിത എന്റെ കസിനാണ്. എന്ന് വെച്ചാൽ അറിയാമല്ലോ, മുറപ്പെണ്ണാണ്. ഈ വർഷം ഞങ്ങളുടെ വിവാഹം നടത്താനായിരുന്നു പ്ലാൻ. അതിനിടയ്ക്കാണ് എനിക്ക് ഹയർ സ്റ്റഡീസിന് ഒരു ചാൻസ് വന്നു വീണത്. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് തീരുമാനിച്ചു. പ്ലീസ്. ഇവളിവിടെ ശാന്തിനികേതനിലാണ് താമസം. ഞാൻ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകും. എന്തെങ്കിലും ആവശ്യം വന്നാൽ വന്ന് ബുദ്ധിമുട്ടിക്കും. ഓ, എവിടെയാണ് നാട്? പാലക്കാട്, പ്രോപ്പർ മണ്ണാർക്കാടാണ്. ഓ, അത് ശരി. ഞങ്ങൾ ഒറ്റപ്പാലത്താണ്. ഓ, ശങ്കരമംഗലത്തെന്ന് പറയും. ഇനി പറഞ്ഞു വന്നാൽ ചിലപ്പോ ബന്ധുക്കളുമാവും. അപ്പൊ ഒറ്റയ്ക്കായെന്നുള്ള വിഷമം തീർന്നല്ലോ. നമ്മുടെ അടുത്ത നാട്ടുകാരൻ, കൂടാതെ കവിയുമാണ്. വിടണ്ട, നിനക്ക് ഉപയോഗപ്പെടും. എന്തിനും ചെന്ന് ബുദ്ധിമുട്ടിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കും. വല്ലപ്പോഴും കണ്ടുമുട്ടും. 2-3 പ്രാവശ്യം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. തികച്ചും മാന്യമായ സൗഹൃദം. ഒരു വാക്കിലോ നോട്ടത്തിലോ പോലും ഞാൻ അവളെയോ അവളെന്നെയോ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കൽ പ്രളയത്തിന്റെ ഒരു രാത്രിയിൽ
അനിതയോ? അകത്തൊരു മഴ, എന്തൊരു മഴ. തലതോർത്ത്. താങ്ക് യു. രണ്ട് ദിവസമായി ഓഫീസിൽ പോയിട്ട്. മഴ, റോഡുകളിലൊക്കെ മുട്ടറ്റം വെള്ള. കൽക്കത്തയുടെ ശാപായത്. രണ്ട് മഴ നന്നായി പെയ്താ മതി. അനിത എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഹരിയേട്ട സ്റ്റേഷനിലേക്ക് പോയി. യാത്ര അയക്കാൻ നാട്ടിൽ പോയിരുന്നു. ട്രെയിനിന് വരുമ്പം പലയിടത്തും വെള്ളം പൊങ്ങി കണ്ടു. പക്ഷെ ഇത്ര സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. ഹൗറേന്നൊരു ടാക്സി പോലും വിളിച്ചിട്ട് വരുന്നില്ല. പിന്നെ നടന്നു. ഓ, ഇത്ര ദൂരോ? കുറച്ചുകൂടെ റോഡ് ക്ലിയർ ആണ്. ഒരു സൈക്കിൾ റിക്ഷ കിട്ടി. പിന്നെയും നടന്നു ഇത്രയും വെള്ളത്തിലൂടെ. ഓ ഭാഗ്യം. താൻ ഭയങ്കര സാഹസ കാണിച്ചത്. റോഡ് ഏതാ, കുഴി ഏതാ, ഡ്രെയിനേജ് ഏതാന്ന് അറിയാൻ പറ്റില്ല. ഫ്ലഡ് ആണെന്ന് അറിഞ്ഞപ്പോ അവിടെ തന്നെ എവിടെയെങ്കിലും തങ്ങായിരുന്നില്ലേ? അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നല്ലോ. അവിടെയൊക്കെ ആളുകൾ നിറഞ്ഞിരിക്കണു. എനിക്ക് എങ്ങനെയെങ്കിലും ശാന്തിനികേതനിൽ എത്തണം. ദാസനെ ഒന്ന് സഹായിക്കണം. ഈ മഴയത്ത് എങ്ങനെ പോകും? പിന്നെ ഞാൻ എന്ത് ചെയ്യും? താൻ കരഞ്ഞിട്ട് എന്താ ഫലം? മഴയൊന്ന് ശമിച്ചാൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങും. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നനഞ്ഞത് മാറ്റിക്കോളൂ. താങ്ക് യു. ചായ കുടിക്കും. താങ്ക് യു. താൻ ഇന്നലെ ഉറങ്ങിയില്ലേ അനിതേ? അധമനാണ് ഞാൻ, നീചൻ. അഭയം തേടി വന്നവളെ മാപ്പ് പറയാൻ വാക്കിടില്ല. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. തനിക്കെന്റെ മുഖത്തടിക്കാമായിരുന്നില്ലേ? ശകാരിക്കാമായിരുന്നില്ലേ? ഞാനാണ് തെറ്റുകാരി. ഒന്ന് തൊട്ടപ്പോ ഞാൻ വെറും പെണ്ണായിപ്പോയി. ഞാൻ എന്നെ വഞ്ചിച്ചു, ഹരിയേട്ടനെ വഞ്ചിച്ചു. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട. നോക്കൂ അനിത, ആഗ്രഹിക്കാതെ അകപ്പെട്ടു പോയവരാണ് നമ്മൾ. സംഭവിച്ചു പോയി. ഒന്നുകിൽ ഒരക്ഷരത്തെറ്റ് പോലെ നമുക്കിത് മറക്കാം. മറക്കാനോ? എന്നിട്ട് എന്റെ ഹരിയേട്ടനെ വഞ്ചിച്ച് ഞാൻ ജീവിക്കാനോ? നോ,
അല്ലെങ്കിൽ എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ തന്നെ വിവാഹം കഴിക്കട്ടെ.